ഒരു ഒത്തിരി പേര് എന്നോട് റാഗിയുടെ 2-3 ഐറ്റം ഞാൻ ഞങ്ങളുടെ ചാനലിൽ കൊടുത്തപ്പോൾ ആവശ്യപ്പെട്ടായിരുന്നു റാഗിപ്പൊടി കൊണ്ടൊരു വട്ടയപ്പം കാണിക്കണമെന്നുള്ളത്. അപ്പം ഞങ്ങൾ അതിനായിട്ട് അരച്ച് വെച്ച് പോയി. രാവിലെ അരച്ചാലല്ലേ പൊങ്ങി വരുള്ളൂ. അതുകൊണ്ട് ഞാൻ എത്രയൊക്കെ അളവാ ചേർത്തേക്കണമെന്ന് പറയാം. ഈ ഗ്ലാസ്സിന് വടിച്ച 1 ഗ്ലാസ് റാഗിപ്പൊടി, നൈസായിട്ടുള്ള, ഞങ്ങൾ റാഗി പൊടിയായിട്ട് വാങ്ങിക്കുന്നതാട്ടോ, നൈസായിട്ടുള്ള പൊടി 1 ഗ്ലാസ് വടിച്ചെടുത്തു. പിന്നെ ഈ സ്പൂണിന് 2 കൂമ്പന് ചോറ്, അതായത് നമ്മൾ ഊണ് കഴിക്കണ ചോറ്, ആ ചോറ്. പിന്നെ 1 തേങ്ങയുടെ പൊട്ടിച്ചിട്ട് 1 പോർഷൻ കംപ്ലീറ്റ് തേങ്ങ, ചിരണ്ടി തേങ്ങ. പിന്നെ നമുക്ക് ഈ സ്പൂണിന് കൂമ്പന് 1 സ്പൂൺ മാവ്. അതെന്ത് മാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈസ്റ്ററിന് കള്ള് മേടിച്ചായിരുന്നു. ക്രിസ്തുമസിന്. അപ്പോൾ ആ കള്ള് പാലപ്പം ഉണ്ടാക്കിയിട്ട് കുറച്ച് ബാക്കി ഇരുന്നതിലേക്ക് കുറച്ച് പഞ്ചസാരയും സ്വല്പം അപ്പത്തിൻ്റെ പൊടിയും കൂടെ ഇട്ടൊരു ബോട്ടിലിൽ കണ്ടെയ്നറിൽ അടച്ചു വെച്ചിരുന്ന. അപ്പോൾ അതിൻ്റെ മാവ് ഇരുന്നത് ഈ സ്പൂണിന് 1 സ്പൂൺ കൂമ്പനെ എടുത്ത് ഇതിലേക്ക് അരയ്ക്കാൻ നേരത്ത് ചേർത്തതാണ്. പിന്നെ സ്വല്പം വെള്ളം ഒഴിച്ച് അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം ഇത് ഇളക്കി കഴിഞ്ഞതിൻ്റെ പൊങ്ങി വന്നെ ഇത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. അപ്പം ചുടാൻ നേരത്ത് പൊങ്ങി വരുമ്പോൾ കൺസിസ്റ്റൻസി കാണിക്കാം. ഈ വട്ടയപ്പം ചുടണ അതേ ഫോമിൽ തന്നെ ഇഡലിയുടെയും ദോശയുടെയും മാവിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ഇഡലിയുടെ ആകുമ്പോൾ ഇച്ചിരി കുറുകൽ കൂടുതൽ, ദോശയുടെ ആകുമ്പോൾ ഇച്ചിരി വെള്ളമയം കൂടിപ്പോവും. അപ്പോൾ അതിന് രണ്ടിനും കൂടെ ഇടയ്ക്കുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് ആട്ടിയിടുക, വട്ടയപ്പത്തിന് ആട്ടിയിടുന്ന പോലെ തന്നെ. ഇനി പൊങ്ങി വരുമ്പോൾ ഞാൻ ഇളക്കി ഇത് കാണിച്ചു തരാം. അപ്പം ഇത്രയാണ് ഇതിൽ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയ്ക്ക് പകരം ഈ വട്ടയപ്പത്തിന് ഞാൻ ശർക്കരയാട്ടോ ചേർത്തേക്കണേ. അത് ആവശ്യത്തിന് ശർക്കര ചീകി വെച്ച് ഈ തേങ്ങയും ചോറും മാവും എല്ലാം കൂടെ അരച്ചെടുക്കുമ്പോൾ ആ അരക്കണ കൂട്ടത്തിൽ ചേർത്തേക്കുക. ആദ്യം തേങ്ങയും ചോറും മാവും കൂടെ, ഈ എടുത്തു വെച്ച മാവും കൂടെ ഒന്ന് അരച്ച് വെച്ച് അതിന് ശേഷമാണ് ഈ റാഗി പൊടി ചേർത്ത് അതിലേക്ക് മിക്സ് ചെയ്താട്ടണത് കേട്ടോ. പൊടി ആയതുകൊണ്ട്, പിന്നെ നൈസ് പൊടി ആയതുകൊണ്ടൊന്ന് മിക്സിങ്ങിന് വേണ്ടി മാത്രം അതിലേക്ക് ചേർത്തൊന്ന് കറക്കണത്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ അളവുകൾ. അപ്പം ഞാൻ ചുടുമ്പോൾ ഇനി ബാക്കി കാണിച്ചു തരാം. നമുക്ക് വൈകിട്ടത്തേക്കുള്ള പരിപാടി ചായയുടെ ഇൻട്രോ പറഞ്ഞാൽ ഉടനെ അങ്ങനെ അല്ല, ലൈവ് വന്നു കഴിഞ്ഞ ഉടനെ അടുത്ത ഷൂട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആട്ടിയിട്ടേക്കണ ഞാനൊന്ന് പറഞ്ഞായിരുന്നു. റാഗി കൊണ്ടുള്ള വട്ടയപ്പം. റാഗി ശർക്കര, സ്വല്പം പുളിമാവ്, പിന്നെ സ്വല്പം ചോറ് അരച്ചിട്ടുള്ള ശർക്കരയാണ്, അല്ല വട്ടയപ്പാണ് ചുടാൻ പോണത്. എണ്ണത്തിൽ കോരി ഒഴിച്ചു. നമുക്ക് അപ്പച്ചെമ്പിൽ വെള്ളം വെച്ച് അത് തികന്നു തുടങ്ങി അതിലേക്ക് വെക്കാം. ഒരു 10-15 മിനിറ്റ് വേണമായിരിക്കും. എനിക്ക് കറക്റ്റ് ടൈം അറിയില്ല. ടൈം ഞാൻ നിങ്ങളോട് പറയാം. അപ്പം 4:15 നമ്മൾ അടുപ്പത്ത് വെക്കാൻ തുടങ്ങണ സമയം. അത് കഴിഞ്ഞിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ടൈം പറയാം എത്രയാണ്. കാരണം ഈ റാഗി വട്ടയപ്പം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഇതെന്റെ ചെറുപ്പത്തിലേക്ക് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പം മറ്റു വട്ടയപ്പം പോലെ ഉണ്ടാക്കണമെന്ന് ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്ന. അപ്പൊ അതനുസരിച്ച് ഞങ്ങളൊന്ന് തയ്യാറാക്കണം. അപ്പൊ ഇനി അടച്ചോട്ടെ. അടച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് മാറിയിച്ചു വന്നാൽ ഇവിടെ പാല് കാച്ചാം, ചായക്കുള്ള പരിപാടി. ഹായ്. 15 മിനിറ്റ് ആയി കേട്ടോ വെച്ചിട്ട്. വെന്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇനി എടുക്കാം. ഇത് എടുത്തിട്ട് വേറെ ഒരെണ്ണം കൂടെ വെക്കാനുണ്ട്. അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിക്കണം അടിയിൽ. ഇതെടുത്ത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ വെള്ളം അതിലിരുന്നത് ഒരുവിധം വറ്റി കാണൂലേ. അപ്പം ഇതെടുത്ത് പുറത്തേക്ക് വെച്ച് നമുക്കൊന്ന് തണുക്കാൻ അനുവദിക്കണം. എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. തണുക്കാതെ കട്ട് ചെയ്യാൻ പറ്റൂല. ഞാനിവിടെ വെക്കാം. സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നല്ലതായിട്ട് തോന്നിക്കണം അല്ലേ. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്ത് ഞാൻ വെള്ളം ഒഴിച്ചതാണ്. ഇനിയിപ്പോൾ അത് തുറന്ന് വെള്ളം ഒഴിക്കണ്ടല്ലോ എന്നോർത്ത് ഇങ്ങനെ അങ്ങ് ഒഴിച്ചതാണ്. എന്നിട്ട് ഞാൻ അടിയിലൊരിത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബാലൻസ് കിട്ടാൻ വേണ്ടി. ഈ വെള്ളം ഇതിലേക്ക് തെറിക്കാതെയും ഒക്കെ ഇരിക്കാൻ വേണ്ടി ഇത് വെച്ചിരിക്കണത്. അപ്പം അടുത്തത് ഇങ്ങടെ നമുക്ക് വെക്കാം. ഒരെണ്ണത്തിനും കൂടെ ഉള്ളതേ ഉള്ളൂ. ഇത് കുട്ടിപ്പാത്രത്തിലാണ്. വെക്കട്ടെ. അപ്പൊ ഇത് കണ്ടോ നമ്മുടെ റാഗി വട്ടയപ്പം. ഒരെണ്ണം എടുത്ത് കാണിക്കാം. ഇതിന്റെ സോഫ്റ്റ്നെസ് ഒന്ന് കാണണം. ആദ്യം ഇങ്ങനെ കയ്യിൽ വെക്കാം, എന്നിട്ട് ഞാൻ സോഫ്റ്റ്നെസ് കാണിക്കാം. നീ കാണിച്ചോന്ന്. ഇത്രയും സോഫ്റ്റ്, പഞ്ഞിക്കട്ട പോലെ അല്ലേ? അങ്ങനെ ഇത്രയും സോഫ്റ്റ്. അതെ, കൂടുതൽ ഞെക്കിയാൽ അടർന്നു പോരും. അതെ,
ഞങ്ങൾ തിന്നായിട്ടാണ് കോരി ഒഴിച്ച് നോക്കിയത്. എന്താന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യണോണ്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ നന്നായിട്ട് റിസൾട്ട് കിട്ടി അതിന്റെ. അതെ അതെ, വളരെ ടേസ്റ്റിയുമാണ്, വളരെ ട്രഡീഷണൽ ആണ് ഈ സംഭവം. കണ്ടോ ഇങ്ങനെ ഇരിക്കുന്ന സോഫ്റ്റ്നെസ് കാരണം കീറി പോവോന്ന് ഒരു സംശയം. അതെ, ഞങ്ങൾക്കൊരു പുതുമയാ അതല്ലേ. ആദ്യമായിട്ടത് ഉണ്ടാക്കണേ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണേ. ഞാൻ ചെറുപ്പത്തിലെ കഴിച്ചതിന് ശേഷം ഇന്നേ വരെ കഴിച്ചിട്ടില്ല. അപ്പൊ ഒരു പുതുമ എനിക്ക്. ഇറ്റ് റിയലി വെന്റ് വെരി വെൽ. അതെ. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ്, രണ്ടാമത്തെ ട്രിപ്പ് റാഗി വട്ടയപ്പം എടുത്തതാണ്. അതെ, എടുത്താണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ഇടയ്ക്ക് പറയാൻ മറന്നുപോയി. ഞാൻ ആ ഡിഷ് കഴുകാൻ പോയപ്പോൾ ഓർത്തോടി വന്നതാ. എന്താന്ന് വെച്ചാൽ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് റാഗിയുടെ കുറുക്കും റാഗിയുടെ പുട്ടും ഞങ്ങൾ തയ്യാറാക്കി ചാനലിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ റാഗി വട്ടയപ്പം വേണം മമ്മ, റാഗി വട്ടയപ്പം വേണം മമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് കറക്റ്റ് മെത്തേഡ് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ സാധാരണ അരിയും കൊണ്ടുള്ള വട്ടയപ്പം ചുടുന്നത് പോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഒരു കുഞ്ഞു ഗ്ലാസ് പൊടി എടുത്തൊന്ന് മിക്സ് ചെയ്ത് അരച്ചിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് സക്സസ്ഫുള്ളായി. അപ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരും ഇപ്പോൾ എന്നോട് പറയാം ഇടയ്ക്കിടയ്ക്ക് ഇനി മറ്റേ വട്ടയപ്പത്തിന് പോലെ ഈ വട്ടയപ്പം കൂടെ ഒന്ന് ഉണ്ടാക്കണമെന്ന് ചെയ്യാന്ന് പറഞ്ഞ്. അപ്പം ഞാനത് പറയാനായിട്ട് ഓടി വന്ന സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെടുമ്പോൾ പരമാവധി നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ. അതാണല്ലോ വേണ്ടത്. നിങ്ങളല്ലേ ഞങ്ങളെ ഈ ഉയർച്ചയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇത് സമർപ്പിക്കുന്നു. തരാനായിട്ടൊരു മാർഗവും ഇല്ല. അപ്പം നിങ്ങൾ കഴിച്ചതായിട്ട് ഞങ്ങളങ്ങ് കരുതുവാട്ടോ. ഇത് കണ്ട് കൊതിപ്പിക്കുവാന്ന് തോന്നരുത്. ഇത് വളരെ എളുപ്പമാണ്. അപ്പം തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നോട് അറിയിക്കണം കേട്ടോ. കമൻറ്റിൽ അറിയിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ചെടിച്ചട്ടിയോട് കൂടി അമ്മ കൊണ്ടോണുണ്ട്. ഇത് എന്തിനുള്ള പരിപാടിയാ? ഇതെന്നാന്ന് ചട്ടി ഏതായാലും ഫുൾ പൊട്ടിപ്പോയി ഇതിൻ്റെ. ഇനി അതിൽ നിന്ന് നമുക്ക് മാറ്റി വെച്ച് മണ്ണിൽ വെക്കാതെ വേര് മുറ്റിയത് വലിയ ഇതായി ഈ ചെടി. അതുകൊണ്ട് അതിൻ്റെ തന്നെ അവിടെ ചട്ടിയിൽ നല്ല ഭംഗിയായിട്ട് വേറെ നിൽപ്പുണ്ട്. മണ്ണിൽ വെച്ച് ഇത് വിസ്തൃതമാക്കി എടുക്കാം. ചട്ടി ഒന്നിനും കൂടുതൽ അവിടെ കൊണ്ടുപോയി വെച്ച് പൊട്ടിക്കാം കേട്ടോ. അതുകൊണ്ട് നിലത്ത് നടാൻ പോവാണോ? അതെ, പറിച്ച് നിലത്തേക്ക്. ഇതിൽ നിന്നാൽ വളരുകയോ ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ മുരടിച്ച് പോകുക. മണ്ണിൽ നിന്നാൽ പൊട്ടിയടിച്ച് വന്നോളൂ. അതാ. ഓ, കുഴിയൊക്കെ കുഴിച്ചല്ലോ. ഇതിൽ നിന്ന് എടുക്കണ പൊട്ടിച്ച് തന്നെ എടുക്കാൻ പറ്റുള്ളത്. ഇത് കണ്ടോ, ഓരോ പീസായിട്ട് ചട്ടിയെ പൊട്ടിപ്പോയി മൊത്തം. ഇതുണ്ട് മൊത്തം വേരാ. കുറ്റി പോലെ ഇരിക്കും. അടർത്തി എടുക്കണ്ടേ. നമുക്ക് മണ്ണ് ഞാൻ കുഴി കുഴിച്ച് വെച്ചാൽ തുമ്പയും കൊണ്ട് ആദ്യം തുമ്പ എടുത്തോണ്ട് വരട്ടെ കേട്ടോ. തുമ്പയും കൊണ്ട് ശരിയാക്കാം. എല്ലാം ചോലയുണ്ട്. നമുക്ക് ഇങ്ങനെ അങ്ങ് മണ്ണിൽ വെച്ച് ഇതൊരു ശുശ്രൂഷയൊന്നും അധികം വേണ്ടാത്ത ചെടിയാണ് ഇത്. ഇത് ഇന്നാൾ ഇവിടുന്ന് ഏഞ്ചലേച്ച് കൊണ്ടുപോയി പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞൊരു കാമ്പ് ഭംഗിയാ കാണാൻ അല്ലേ. അങ്ങനെ അതവിടെ സ്ഥാപിച്ചു. ചട്ടി ഒന്നിനും കൊള്ളൂല. അതെ, ചട്ടി ഇവിടെ മാറ്റിയിട്ട് നീ ഞാൻ കൊണ്ടുവന്ന സൂര്യകാന്തിയുടെ തൈ അരി പാകിയത് കിളുത്തിട്ടുണ്ട്. അത് 1-2 പറിച്ച് നടാട്ടോ. അതെവിടെയാ നമ്മൾ നടന്നത്? ഇവിടെയൊക്കെ നട്ടാലോ? ഇവിടെ നട്ടാൽ പറ്റൂല, വെയിൽ വേണം അതിന്. വലുത് നോക്കി പറിച്ചെടുക്കാം. പറയേ സൂര്യകാന്തി പാകിയതാന്ന് പറഞ്ഞു. അന്ന് ഒരു 2-3 ആഴ്ച മുമ്പ് നമ്മൾ സൂര്യകാന്തിയുടെ അരി പാകിയത് ഇത് കിളുത്ത് ഒരു നല്ല വലിപ്പം വെച്ച തൈ. പക്ഷേ ഈ മഴ കുറേ ദിവസമായിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എല്ലാം തല്ലി അലച്ച പോലെയായി. അപ്പോൾ കുറച്ച് തൈകൾ പറിച്ചേച്ച് ഒന്നിച്ച് അങ്ങനെ ചേർത്ത് നടാന്ന് ഞാൻ കരുതി. പൂണ്ടായ നല്ല ഭംഗിയല്ലേ. ഇതിന് നല്ല വെയിലടിക്കുന്നിടവും വേണമല്ലോ. അപ്പോൾ തൽക്കാലം ഒരു 3-4 ഒന്നിച്ചൊന്ന് നട്ട് നോക്കാം അല്ലേ. പ്രത്യേകത്തിലും ഉണ്ട്. ഇതിന്ന് ഒരെണ്ണം പറിക്കട്ടെ കേട്ടോ, വലുത്. എന്നിട്ട് പിന്നെ ഞാൻ നാളെ ബാക്കി പറിച്ച് സ്പേസൊക്കെ ശരിയാക്കി വെച്ച് നട്ടോളാം. തൽക്കാലം ഇത് നമുക്ക് നടാൻ പോണത് നമ്മുടെ ചീര നിൽക്കണുണ്ടോ. ഇത് രാവിലെ കട്ട് ചെയ്തെടുത്ത. ഇത് നമ്മുടെ ആദമും ഹൗവയും. ഇതിന്റെ പൂവിന്റെ പേരാട്ടോ. ഇത് ആദമ്, ഇത് ഹൗവ. അമ്മയുടെ ബന്ദിയൊക്കെ നിറയെ നിപ്പുണ്ട് ഇവിടെ. വാടാമുല്ല
യൂഫോർബിയയുടെ പൂക്കൾ എടുത്തായിരുന്നു. ഇവിടെയൊക്കെ യൂഫോർബിയ നിൽപ്പുണ്ട്. ഇവിടെയാണ് നമ്മൾ സൂര്യകാന്തി നടാൻ പോണേ. വെയിലടിക്കും അതാ. നട്ടൂലോ. ഇനി ഒരു കൊമ്പ് കുത്തണം ഇതിന്. ഈ ചാഞ്ഞു അല്ലെങ്കിൽ ചാഞ്ഞു പോകും. മഴ അലച്ച് പെയ്യണോണ്ടല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയൊരു സപ്പോർട്ട് പോലെ ഇവിടെ ഇരിക്കട്ടെ ഒരു വശം. പിന്നെ കുഞ്ഞ രണ്ടൊന്ന് കൊമ്പുകൾ വയ്ക്കാം അല്ലേ. ഇത് വലിയ കൊമ്പല്ലേ. കൊമ്പ് വയ്ക്കാം. നോക്കട്ടെ കേട്ടോ, ചെറിയ കൊമ്പ് വേണം. കൊമ്പെന്ന് പറഞ്ഞാൽ ഒന്ന് തല്ലി അലച്ച് പോകരുതല്ലോ, അതിന് വേണ്ടി ആ കവറിലല്ലാതെ തല്ലി അലച്ചായിരുന്നു. ഇതെന്തായാലും പിടിച്ച് കിട്ടിക്കോളും.